എല്ലാവർക്കും നമസ്കാരം. ആറ്റിങ്ങൽ മഹാരാജാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനീത്. സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, കൈനമാറ്റിക്സ്, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന അടുത്തൊരു എപ്പിസോഡാണിത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. വാട്ട് ഐ മീൻ ബൈ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയും അതോടൊപ്പം നമുക്കൊരു മാത്തമാറ്റിക്കൽ നമ്പർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഒന്നുകൂടെ പറയാം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതോടൊപ്പം ഒരു നമ്പർ ഡിജിറ്റ് ഉപയോഗിച്ച് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം നമുക്ക് ദാഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നു, നമുക്കത് പറയാൻ പറ്റും. അതൊരു ക്വാണ്ടിറ്റിയാണ്, പക്ഷെ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഇപ്പം വിശപ്പ് ഈസ് ഈക്വൽ ടു 15 എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നു, ഉറക്കം ഈസ് ഈക്വൽ ടു 110. അതൊരു സെൻസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് എ മാത്തമാറ്റിക്കൽ ഡിജിറ്റ്. ഒരു നമ്പർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ ആയ ഒരു ക്വാണ്ടിറ്റിയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരം കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ്. അതിൽ ഒന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതും ഹൈസ്കൂൾ തലത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്താണ് എന്നുള്ളത്. കൺസിഡർ 2 പോയിന്റ്സ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും 2 പോയിന്റ്സിനെ കൺസിഡർ ചെയ്യുക. അപ്പം എയും ബിയും കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോയി എന്ന് കരുതുക. ഒബ്ജക്റ്റ് വാസ് ഇനിഷ്യലി അറ്റ് എ ആൻഡ് നൗ ഇറ്റ് ഈസ് അറ്റ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തു. അത് ട്രാവൽ ചെയ്ത ആ വഴിയാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് it is the path length covered by the object. ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച് തീർത്ത വഴിയുടെ, പാതയുടെ അളവിനെ വിളിച്ച പേരാണ് ഡിസ്റ്റൻസ്, ദൂരം എന്നത്. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത വഴി എന്താണോ ആ വഴിയുടെ അളവ്, ആ പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ വിളിച്ച പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു യൂണിറ്റ് ഉണ്ടാകും. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഒരു യൂണിറ്റ് ഉണ്ടാകും. ചില കേസുകൾ ഇല്ലാതെയും വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഒരു യൂണിറ്റ് ഉണ്ട്. SI സിസ്റ്റത്തിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ M. SI സിസ്റ്റത്തിലെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. ഇനി ഈ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് വെക്റ്റർ എന്നോ അല്ലെങ്കിൽ സ്കെയിലർ എന്നോ ക്ലാസിഫൈ ചെയ്യാം. സദിശ അളവുകളും അദിശ അളവുകളും. ദിശ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് നമുക്ക് ദിശയില്ല, ഡയറക്ഷൻ ഇല്ല, നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പരിമാണം എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാകും. മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വില മാത്രമേ ഉള്ളൂ, മാത്തമാറ്റിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ കാരണം ഇറ്റ് ഈസ് ഹാവിങ് നോ ഡയറക്ഷൻ. ഡയറക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ദിസ് ഡിസ്റ്റൻസ് കനോട്ട് ബി 0. ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ വിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്രാജുവലായി സമയം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഗ്രാജുവൽ ഗ്രോത്ത് ഓഫ് ടൈമിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ചിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു വാല്യൂ കാണും ഡിസ്റ്റൻസിന്. ഇറ്റ് കനോട്ട് ബി 0. പൊസിഷൻ ചേഞ്ച്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതൊരിക്കലും 0 ആവുകയില്ല. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്.
ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവുകയുമില്ല. സോ ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ആസ് എ ഡെഫിനിഷൻ എനിക്ക് പറയാം, ഇറ്റ് ഈസ് എ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആൻഡ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി, അതായത് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ദെൻ അതിൻ്റെ വാല്യൂവിൻ്റെ പ്രത്യേകത ഇറ്റ് കനോട്ട് ബി സീറോ ആൻഡ് ഇറ്റ് കനോട്ട് ബി എ നെഗറ്റീവ് വൺ. നെഗറ്റീവ് വാല്യൂ സ്വീകരിക്കാനാവില്ല, സീറോയും ആകില്ല. ഉറപ്പായിട്ടും അതിനൊരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാകും. സോ ഇത്രയുമാണ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ബേസിക് ഐഡിയ. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകാം, സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. പഴയതുപോലെ തന്നെ രണ്ട് പോയിന്റ്സിനെ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും രണ്ട് പോയിന്റിനെ കൺസിഡർ ചെയ്യുക. ഒബ്ജക്റ്റ് മൂവ് ചെയ്ത വഴിയുടെ അളവ്, പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് തൊട്ട് മുൻപത്തെ കേസിൽ നമ്മൾ പറഞ്ഞത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള യഥാർത്ഥ അകലത്തെ വിളിച്ച പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാം, and that is considered as distance. അത് ദൂരമാണ്, വസ്തു സഞ്ചരിച്ച വഴിയുടെ അളവ് ദൂരമാണ്. ആ അളവായിരിക്കില്ല ഒരു പക്ഷേ ആ രണ്ട് വസ്തുക്കൾ, ആ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ, രണ്ട് പൊസിഷനുകൾക്കിടയിലുള്ള യഥാർത്ഥ അകലം. ഒബ്ജക്റ്റ് ആദ്യം നിന്ന ഇനിഷ്യൽ പോയിന്റും ഒബ്ജക്റ്റ് യാത്ര ചെയ്ത് എത്തുന്ന ഫൈനൽ പോയിന്റും തമ്മിലുള്ള യഥാർത്ഥ അകലം അതായിരിക്കണമെന്നില്ല. ആ യഥാർത്ഥ അകലത്തെ, ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ, ആ നേർരേഖാ ദൂരത്തെ നമ്മൾ വിളിച്ച പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ആ പേരിൽ തന്നെയുണ്ട്, ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു. രണ്ട് പോയിന്റുകളെ എത്രയോ അകലത്തിൽ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു, അകറ്റി നിർത്തിയിരിക്കുന്നു. ആ ആക്ച്വൽ പാത്തിനെ അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിച്ച പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് വസ്തു സഞ്ചരിച്ച ദൂരവുമായി അതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. വസ്തു സഞ്ചരിച്ച വഴിയുടെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ് എന്നാണ്. എന്നാൽ ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള യഥാർത്ഥ അകലത്തെ വിളിച്ച പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ്. സോ എനിക്ക് പറയാം, it is a straight line distance between 2 points. It is a straight line distance between 2 points. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. Or else I can say like it is the shortest distance between 2 points. It is the shortest distance between 2 points. ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ അകലവും എന്തായിരിക്കും? ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ആൻഡ് ഇതും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും? യൂണിറ്റ് ഉണ്ടാകും. ആൻഡ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും മീറ്റർ ആണ്. അത് ലെങ്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ആണ്. ദെൻ ഇതിന് ഡയറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഓഫ് കോഴ്സ് ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. അത് എയിൽ നിന്ന് ബിയിലേക്കാണോ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്, എങ്ങോട്ടേക്കാണ് അത് പോകുന്നത്, കൃത്യമായി ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് ദിസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് എയിൽ നിന്ന് ബിയിലേക്കാണോ മറിച്ച് ബിയിൽ നിന്ന് എയിലേക്കാണോ വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്ത കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച്ഡ് ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് മാറി വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു വാല്യൂ കാണും. ആ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് വാല്യൂ. അത് അറ്റൈൻ ചെയ്യുന്ന വാല്യൂ ഒരു പക്ഷേ പോസിറ്റീവ് ആയിരിക്കാം. ഇനി അടുത്തൊരു കേസ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴാണ് അത് പോസിറ്റീവ് ആകുന്നത്. ഇവിടുന്ന് കൂടി 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 കൂടിയാണ് ബിയിലേക്ക് എത്തുന്നത്. ശരിയല്ലേ? തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴോ, എയിൽ നിന്ന് ബിയിലെത്തി, ശരിയല്ലേ? ഉദാഹരണത്തിന് 10 മീറ്റർ ഉണ്ടായിരുന്നു എന്ന് കരുതുക. എയും ബിയും തമ്മിലുള്ള യഥാർത്ഥ അകലം, നേർരേഖ അകലം 10 മീറ്റർ ആയിരുന്നു.
ഒബ്ജക്റ്റ് എയിൽ നിന്നും യാത്ര തുടങ്ങി ഇതാ അത് ഇവിടെ എത്തി അങ്ങനെ 10 മീറ്റർ ആയപ്പോൾ ബി ആയി. ശരിയല്ലേ? തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് തിരികെ പോവുകയാണെങ്കിലോ അപ്പൊ ഇത് കുറയും. 9, 8, 7, 6, 5 ഇങ്ങനെ കുറഞ്ഞു പോകും. ശരിയല്ലേ? വിച്ച് മീൻസ് -1, -2, -3, -4 that is along negative x-axis, which means displacement clearly can have a value of negativity, can be negative. അതിന് നെഗറ്റീവ് വാല്യൂ സ്വീകരിക്കാനും പറ്റും ഡിസ്പ്ലേസ്മെന്റിന്. ഇനി തിരികെ പോകുന്ന വഴി അത് തിരികെ എയിലെത്തി എന്ന് കരുതുക. അപ്പൊ ആദ്യം അത് എയിലായിരുന്നു, ഇപ്പോഴും അത് എയിൽ തന്നെയാണ്. അത് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതായത് -1 ഇങ്ങനെ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അപ്പൊ എ മുതൽ എ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ then the displacement is 0, which means displacement can have a value of 0. It can be 0. And this is the major difference between distance and displacement. ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ സ്വീകരിക്കാനാവൂ, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ ഡയറക്ഷൻ സ്പെസിഫൈഡ് ആകുന്നത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് 0 ആകാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഓക്കെ ആണോ? ഒരു കാര്യം കൂടി പറയാം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണ്ടീഷൻ. ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടിയ വാല്യൂ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. അതിന് പുറത്ത് എത്ര പോയാലും അതിനേക്കാൾ കൂടിയൊരു വാല്യൂ ആയിരിക്കും. സോ ഡിസ്റ്റൻസ് എപ്പോഴും വലുതായിരിക്കും ആരേക്കാൾ? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ എലോങ് ആയിട്ട് തന്നെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇത്രയുമാണ് ഡിസ്പ്ലേസ്മെന്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. കുഴപ്പമില്ലല്ലോ? അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രോബ്ലം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. പ്രോബ്ലം എന്നുള്ളതല്ല, ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നു. കൺസിഡർ, ഒരു ബോൾ നിങ്ങളെടുത്ത് മുകളിലേക്ക് എറിയുന്നു എന്ന് സങ്കല്പിക്കുക. ആ ബോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷം അത് തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരുന്നു. സോ ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളൊരു ബോൾ മുകളിലേക്ക് എടുത്ത് എറിയുന്നു. ആൻഡ് ഇറ്റ് അറ്റൈൻസ് എ ഹൈറ്റ് ഓഫ് എച്ച്. എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് കൺസിഡർ, എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് അത് അറ്റൈൻ ചെയ്യുന്നു. ആ ഹൈറ്റിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു? അത് താഴേക്ക് വരുന്നു. ശരിയല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ആയിരുന്നു ആദ്യം, ഇവിടുന്ന് അത് യാത്ര തുടങ്ങി എച്ച് ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നു. സോ അത് കൂടി പോവുകയാണ്, വിച്ച് മീൻസ് പോസിറ്റീവ് എച്ച്. അതേസമയം ഇവിടുന്ന് താഴേക്ക് വരുന്ന സിറ്റുവേഷൻ നോക്കിക്കേ, അത് ഓൾറെഡി എച്ച് ഹൈറ്റിലാണ്. അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് 0 ആകുന്നു, വിച്ച് മീൻസ് ദിസ് ഇസ് നെഗറ്റീവ് എച്ച്. ഇനി എ ഇവിടെയും ഞാൻ ബി ഇവിടെയും പറയുന്നു. ദെൻ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദിസ് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? നോക്കിക്കേ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കവർ ചെയ്ത ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അതായത് എയിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു, ആ മാക്സിമം ഹൈറ്റിൽ നിന്ന് തിരികെ ഗ്രൗണ്ടിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു, അതാണ് ടോട്ടൽ പാത്ത് ലെങ്ത്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ സ്മോൾ ലെറ്റർ എച്ച് പ്ലസ് എന്തും കൂടിയുണ്ട്, അത് ഏറ്റവും ആ മുകളിലുള്ള ആ ഹൈറ്റിൽ നിന്ന് അത് താഴെ നിലത്തേക്ക് വീഴുന്നു. ശരിയല്ലേ? അപ്പോൾ താഴേക്ക് വരുന്നത് നെഗറ്റീവ് എച്ചാണോ പോസിറ്റീവ് എച്ചാണോ? ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് ഡിസ്റ്റൻസ് ഒരിക്കലും എന്താകാറില്ല? നെഗറ്റീവ് ആകാറില്ല. അപ്പോൾ ഉറപ്പായിട്ടും അതും എന്തായിരിക്കും? പോസിറ്റീവ് എച്ച് ആയിരിക്കും. സോ എച്ച് പ്ലസ് എച്ച്, വിച്ച് മീൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2h. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാലോ, ഇത് മുകളിലേക്ക് പോയത് എച്ച് ഹൈറ്റ്, ദെൻ അത് ഡിക്രീസ് ചെയ്ത് താഴേക്ക് വരികയാണ്. സോ എച്ച് മൈനസ് എച്ച് ഇറ്റ് ബിക്കംസ് 0. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0യും ഡിസ്റ്റൻസിന്റെ വാല്യൂ 2h എന്നുള്ളതും. ദെൻ ഇവിടെ ഞാൻ 2 പോയിന്റ്സ് എ എന്നും ബി എന്നുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് 2 പോയിന്റ്സ് മാറി നിൽക്കുന്നു എന്ന് കരുതണ്ട, രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ്, ഞാൻ പിന്നെ മാർക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.
സോ ഡിസ്റ്റൻസ് ഇവിടെ 2h ഡിസ്പ്ലേസ്മെന്റ് 0, വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെന്റിന് 0 എന്ന വാല്യൂവും നെഗറ്റീവ് എന്ന വാല്യൂവും അക്വയർഡ് ആണ്, അത് അറ്റൈൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഡിസ്റ്റൻസ് അങ്ങനെയല്ല, ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല, അതേസമയം തന്നെ ഒരിക്കലും എന്താകില്ല, നെഗറ്റീവ് വാല്യൂ ആവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രോബ്ലങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കിക്കേ, ഒന്നാമത്തെ ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ടു സി ഇൻ ദ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടെത്തണം ഫ്രം എ ടു സി. അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എയിൽ നിന്ന് സിയിലേക്കാണ് ഒബ്ജക്റ്റ് പോയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ക്ലിയർലി ത്രൂ ദ പോയിന്റ് ബി. എയിൽ നിന്ന് ആദ്യം അത് ബിയിലെത്തുന്നു, ബിയിൽ നിന്നത് സിയിലെത്തുന്നു. അപ്പോൾ എയിൽ നിന്ന് സിയിലെത്താൻ എ ആയിരുന്നു ഇനിഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഐഡന്റിഫൈഡ് ആണ്. തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ഐ മീൻ അകലങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ടോട്ടൽ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്രം എ ടു ബി ഇനിഷ്യലി, ദെൻ ഫ്രം ബി ടു സി. ആദ്യം എയിൽ നിന്ന് ബിയിലെത്തുന്നു, അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, സിയിലേക്ക് പോകുന്നു. അപ്പോൾ എഴുതിയാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി. ശരിയല്ലേ? ആദ്യം എയിൽ നിന്നത് ബിയിലെത്തുന്നു, ദെൻ ബിയിൽ നിന്നും സിയിലേക്കും. സോ അറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ബി ഇസ് ഗിവൺ ബൈ 50 മീറ്റർ പ്ലസ് ബി സി ഇസ് 40 മീറ്റർ. ദെൻ 50 പ്ലസ് 40 that is 90 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ദെൻ വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയണം. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അവർ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ഓർ ദ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ആക്ച്വൽ ലെങ്ത്. ദാറ്റ് ഈസ് ഇനിഷ്യൽ പൊസിഷൻ എ, ഫൈനൽ പൊസിഷൻ സി. ആൻഡ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് 30 മീറ്റർ. സോ ഡയറക്ട്ലി നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 30 മീറ്റർ. ആൻഡ് ഈ രണ്ട് ആൻസറിലേക്ക് ഒന്നുകൂടി നോക്കിക്കേ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ കൂടി അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഡിസ്റ്റൻസിനേക്കാൾ കൂടി ഒരു വാല്യൂ ഒരിക്കലും ആർക്കുണ്ടാകില്ല, ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകില്ല. സോ ഇത് ഒന്നാമത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം, ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Find the distance and displacement if the body completes one revolution. The circular motion ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബോഡി ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ സപ്പോസ് എയിൽ നിന്നാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് എയിൽ നിന്ന് തുടങ്ങി എലോങ് ദ സർക്കുലർ ട്രാക്ക് തിരികെ എയിൽ തന്നെ എത്തി. ഇപ്പോഴുള്ള ഡിസ്റ്റൻസും വേണം, ഡിസ്പ്ലേസ്മെൻറ്റും വേണം ആണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കവർ ചെയ്ത പാത്തിന്റെ ലെങ്ത്, ടോട്ടൽ പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് സർക്കുലർ പാത്താണ്. ശരിയല്ലേ? അപ്പോൾ ഈ സർക്കിളിന് എലോങ് ആയിട്ടാണ്, ഇതിന്റെ ബൗണ്ടറിക്ക് എലോങ് ആയിട്ടാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? ശരിയാണ്, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഉറപ്പായിട്ടും ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരിക്കും. ആൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇക്വേഷൻ ഈസ് 2πr. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൈ? 22/7 ഇൻറ്റു r given by 7. സോ 7 ക്യാൻസൽ ചെയ്താൽ ഇറ്റ് ബിക്കംസ് 44 മീറ്റർ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിന്റെ വാല്യൂ ആയി 44 മീറ്റർ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, സോ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇവിടുത്തെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വൺ റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഒരു റെവല്യൂഷൻ തീർക്കുമ്പോൾ ദെൻ ദ ഫൈനൽ പോയിന്റ് ഇസ് എ അഗെയിൻ. അപ്പോൾ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്ന് തന്നെയാണ്. ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ മുതൽ എ വരെയുള്ള അകലം ഇസ് 0. That is 0 meter. So the displacement is 0. So ഇത് രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം ആണ്.
ഒന്ന് ഓടിച്ചു നോക്കുക. ശേഷം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫ് ദ ബോഡി ട്രാവൽസ് 3 മീറ്റർ ഹൊറിസോണ്ടലി ആൻഡ് ദെൻ 4 മീറ്റർ വെർട്ടിക്കലി. 3 മീറ്റർ ഹൊറിസോണ്ടലായിട്ടും പിന്നീട് 4 മീറ്റർ വെർട്ടിക്കലായിട്ടും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ അപ്പോഴുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണുക. സോ ഇവിടെ ഫിഗർ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ തന്നെ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദ ബോഡി ട്രാവൽസ് 3 മീറ്റർ ഹൊറിസോണ്ടലി. അപ്പോൾ 3 മീറ്റർ ഹൊറിസോണ്ടലി, അപ്പോൾ അങ്ങോട്ട് 3 മീറ്റർ. ദെൻ ഫ്രം ദാറ്റ് പോയിന്റ് ഇറ്റ് ട്രാവൽസ് 4 മീറ്റർ വെർട്ടിക്കലി. അപ്പോൾ വെർട്ടിക്കലായിട്ട് 4 മീറ്റർ. സോ ദിസ് വാസ് ദ ഇനിഷ്യൽ പോയിന്റ്. ചുമ്മാ പേര് കൊടുക്കാം, എ ബി ആൻഡ് ദ പോയിന്റ് സി. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്കാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്. ഫ്രം എ ടു ബി ഹൊറിസോണ്ടലി മൂവ് ചെയ്തു 3 മീറ്റർ. ആ പോയിന്റ് ബിയിൽ നിന്ന് വെർട്ടിക്കലി മൂവ് ചെയ്തു 4 മീറ്റർ ആണല്ലോ. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത്. ആദ്യം അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്തു എ ബി, ദെൻ അത് വെർട്ടിക്കലി മൂവ് ചെയ്തു ബി സി. സോ എ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 മീറ്റർ പ്ലസ് 4 ദാറ്റ് ഈസ് 7 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ കേസ് കഴിഞ്ഞു. അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ എ ആയിരുന്നു ഇനിഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. സോ ആ 2 പോയിന്റുകൾക്കിടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ സി ആണ്. എ സി. ഈ എ സി എങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കണം. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഹൊറിസോണ്ടലി 3 മീറ്റർ ട്രാവൽ ചെയ്യുകയും ദെൻ വെർട്ടിക്കലി ആണത് 4 മീറ്റർ മൂവ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദിസ് ഇസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഫോമിങ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ എ ബി എന്ന് പറയുന്നത് ബേസ് ആണ്, പാദം. ബി സി എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ശരിയല്ലേ, ഓൾട്ടിറ്റ്യൂഡ് ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലംബം. അങ്ങനെയാണ് എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എ സി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും, കർണം. ദെൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ ബി സ്ക്വയർ, ദാറ്റ് ഈസ് 3യുടെ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, ദാറ്റ് ഈസ് 9 പ്ലസ് 16 root 25. And what is square root of 25? 5. So the displacement is 5 meter. നോക്കിക്കേ, again our condition is satisfied. Displacement എന്ന് പറയുന്നത് 5 meter and distance എന്ന് പറയുന്നത് 7 meter. Displacement is clearly less than that of distance. So ഇത് മൂന്നാമത്തെ പ്രോബ്ലം. ഇതും അടുത്തൊരു ടൈപ്പ് പ്രോബ്ലമാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇതുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. 2 ഫിഗറാണ്, നമ്മൾ ക്വസ്റ്റ്യൻ പഴയത് തന്നെയാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ നോക്കിക്കേ, 2 സെമി സർക്കിളുകൾ വെച്ചിട്ട് ഒബ്ജക്റ്റ് എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നുണ്ട്. 2ൻ്റെ ഡയമെൻഷൻ 7 മീറ്റർ ആൻഡ് 14 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലും ഫ്രം എ ടു ഡി ആണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണുക. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓർമ്മിപ്പിക്കുകയാണ്, പുസ്തകം കൃത്യമായിട്ടും വായിക്കുക. ഓക്കെ, താങ്ക് യു.